നമസ്കാരം, എൻ്റെ പേര് വിജയകുമാർ തെക്കൂട്ട്. പ്രവാസിയാണ്. 18 വർഷമായിട്ട് വിദേശത്താണ്. ആദ്യം ദുബായിലായിരുന്നു, ഇപ്പോൾ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. കുവൈറ്റിൽ ഒരു ലക്ഷറി റീറ്റെയിൽ കമ്പനിയിൽ റീജിയണൽ കസ്റ്റമർ സർവീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യണം. ഇത് എൻ്റെ ഭാര്യ രമ്യ വിജയകുമാർ, ഹൗസ് വൈഫാണ്. വീട് പാലക്കാടാണ്, കുഴൽമന്നം. ഇത് മകൻ ആരവ് 2ാം ക്ലാസ്സിൽ പഠിക്കണം. ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നമ്മുടെ സ്വപ്ന ഭവനത്തിലേക്കാണ്. ഗുരുവായൂരിനടുത്ത് ഗുരുവായൂരിൻ്റെ അമ്പലത്തിൽ നിന്ന് 1.5 കിലോമീറ്ററാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത്. തിരുവേങ്കിടം എന്ന സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 6.5 സെൻറ്റ് മുതൽ 7 സെൻറ്റ് വരെ സ്ഥലത്താണ് ഈ വീട്. 3200 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വീടിൻ്റെ വിസ്തൃതി വരുന്നത്. സിറ്റ് ഔട്ടിൽ നമ്മൾ ടീക്കൂഡിലുള്ള ചെയറും അതുപോലെ തന്നെ ടീപ്പോയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ടീക്കൂഡിൻ്റെ പാനൽസ് കൊടുത്തിട്ടുണ്ട് പുറത്ത്, ഔട്ട്സൈഡ്. പിന്നെ ആ പരഗോള ഡിസൈൻസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള മറ്റേ ഗ്ലാസ്സുകളും അത് ഓപ്പൺ ചെയ്യാനും നമുക്ക് ക്ലീൻ ചെയ്യാനും ഇതിനുള്ള സൗകര്യത്തിനുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. 4 ഹാങ്ങിങ് ലൈറ്റുകളുണ്ട്. പിന്നെ 2 നെഷും അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇതൊക്കെയാണ് സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ. ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഫോയർ. ഇവിടെ നമ്മളൊരു കൃഷ്ണരൂപം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വുഡ് വർക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ വീട് ഗുരുവായൂരായതുകൊണ്ടും ഞങ്ങളെല്ലാവരും കൃഷ്ണഭക്തരായതുകൊണ്ടും തന്നെ ഈ വീട് മുഴുവൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലായിടത്തും കൃഷ്ണമയം തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ ഫോർമൽ ലിവിങ് റൂം. ഇവിടെ ടീക്ക് വുഡിലുള്ള സോഫയുണ്ട്. ഐവറി കളർ ലെതറാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ പറഗോളയ്ക്കൊക്കെ ടീക്ക് വുഡിൻ്റെ തന്നെ സെയിം ഡിസൈനാണ് സീലിങ്ങിനും അതുപോലെ തന്നെ പറഗോളയ്ക്ക് ഇതിനും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒപ്പം തന്നെ ക്ലാഡിംഗ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള വാളിന് ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിരിക്കുന്നു. പിന്നെ കൂടുതലായിട്ടും നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ കൂടുതലായിട്ടും കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ മുറിയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പകാലം മുതൽ തന്നെ ഈ അമ്പലവും ഗുരുവായൂർ അമ്പലവും തിരുവേങ്കട അമ്പലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ കലാകാരന്മാരൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല വളരെ ചെറുപ്പകാലം മുതൽ തന്നെ തിരുവേങ്കട അമ്പലത്തിലെ പ്രത്യേകിച്ചും ചടങ്ങുകളും ഉത്സവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് കലാകാരന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തി പോകുന്നു. പിന്നെ മാത്രമല്ല തിരുവേങ്കിടം എന്ന് പറയുന്നത് തന്നെ ഒരു കലാഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗുരുവായൂരിൻ്റെ തട്ടകം എന്ന് പറയപ്പെടുന്നത് തിരുവേങ്കിടമാണ്. തിരുവേങ്കിടം എന്ന് പറഞ്ഞാൽ ഒരു കലാഗ്രാമമാണ്. ഒട്ടനവധി പ്രശസ്തരായിട്ടുള്ളതും ഒട്ടനവധി പുറം ലോകം അറിയാത്തതുമായിട്ടുള്ള കലാകാരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നാടാണ് തിരുവേങ്കിടം എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരുവേങ്കിടത്ത് കലയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും തിരുവേങ്കട അമ്പലവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും തിരുവേങ്കടത്ത് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ടും പണ്ടുകാലം മുതലേ തന്നെ ഒരു വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് തിരുവേങ്കടത്തായിരിക്കണമെന്നും അപ്പോൾ അത് തിരുവേങ്കടത്ത് തന്നെ കലയുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ അത്രയധികം വാദ്യോപകരണങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഞാൻ നല്ല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും നല്ലൊരു വാദ്യ ആസ്വാദകൻ കൂടിയാണ് ഞാൻ. ഇതാണ് നമ്മുടെ കോർട്ട്യാർഡ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് വേണമെന്നും മാത്രമല്ല അതിലേക്ക് നല്ലോണം വെളിച്ചം ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യം കൂടി നമ്മൾ ബിൽഡേഴ്സിനോട് GK ബിൽഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് അവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ധാരാളം ഇതിൻ്റെ ഒരു ടോട്ടൽ വീടിൻ്റെ ഒരു പെയിൻറ്റിൻ്റെ കളർ കോമ്പിനേഷൻ ഐവറി ആയതുകൊണ്ട് അതിനോട് മാച്ച് ആയിട്ടുള്ള നന്നായി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു യെല്ലോ ബാംബു ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ഒരു നാടൻ വലിയ വിളക്കും ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വിളക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടൈൽസ് കൊടുത്തിട്ടുള്ളത് ഇത് വെട്ടുകല്ലിൻ്റെ അതേ ടെക്സ്ചറും അതേ ഡിസൈനുള്ള ടൈൽസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ ബുദ്ധൻ്റെ സ്റ്റാച്യൂസാണ് വെച്ചിട്ട് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് തുറക്കാൻ പറ്റുന്ന ഒരു കിളിവാതിലുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ നേരെ കോർട്ട്യാർഡ് ഇവിടെ കാണാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും റൂഫിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്. ആ പരഗോളയുടെ ഏറ്റവും ടോപ്പിൽ ടഫൻഡ് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ യാതൊരു കാരണവശാലും വെളിച്ചമോ ഇതിനൊന്നും മിസ്സാവില്ല. നന്നായി പ്രകാശം ഉണ്ടാവും. രാത്രി പോലും അല്ലെങ്കിൽ പകൽ തന്നെ നമുക്ക് ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇടാതെ തന്നെ അത്യാവശ്യം നല്ല വെളിച്ചം കോർട്ട്യാർഡിലേക്ക് കിട്ടാൻ ഇത് സഹായിക്കും. പൂജാ റൂമിൻ്റെ കാര്യമാണ് പറയുകയാണെങ്കിൽ നമ്മൾ ബ്രാസിൻ്റെ വിഗ്രഹങ്ങളാണ് കൂടുതലായിട്ടും വെച്ചിട്ടുള്ളത്. ഭഗവാൻ കൃഷ്ണൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് വെച്ചിട്ടുള്ള വിഗ്രഹം ഭഗവാൻ കൃഷ്ണൻ്റെയാണ്. അതിനടുത്ത് തന്നെ എല്ലാ ദേവീദേവന്മാരുടെയും അതിനോട് ചേരുന്ന ആ പൂജാ മുറിക്ക് ചേരുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട് പടിഞ്ഞാറ് മുഖമായിട്ടാണ് വീട് പണിതിട്ടുള്ളത്. അപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം പടിഞ്ഞാറ് മുഖമായിട്ടുള്ള വീടിൻ്റെ വടക്കു ഭാഗത്ത് ജലം ഇളകുകയാണെങ്കിൽ അത് സർവൈശ്വര്യത്തിന് വാസ്തുശാസ്ത്രപ്രകാരം സർവൈശ്വര്യത്തിന് കാരണമാകുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വടക്കു ഭാഗത്തായിട്ടൊരു വാട്ടർ ബോഡി ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ വടക്കു ഭാഗത്ത്. ഇത് നമ്മളുടെ ഡൈനിങ് ഏരിയ ആണ്. ഇതിൽ 8 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു റോസ് വുഡ് ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിൽ പറഗോള വുഡൻ ഡിസൈനിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഫുഡ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് ഫുഡ് ഒരു ചെറിയ വാതിൽ പോലെ ജാലകം പോലെ ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഫുഡ് ഇങ്ങോട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് റൂമിനെ കുറച്ചും കൂടി പ്രകാശമാനമാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കബോർഡ് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിൽ ക്രോക്കറി സാധനങ്ങളും വയ്ക്കാം. നമ്മൾ അതുപോലെ തന്നെ സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ട് അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കിച്ചൺ. ഇത് വളരെയധികം സ്പേസോടുകൂടി യു ഷേപ്പിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരേ സമയം നമുക്ക് 3 പേർക്കൊക്കെ നിന്ന് കുക്ക് ചെയ്യാനും വർക്ക് ചെയ്യാനുമുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. മാക്സിമം വർക്ക് നമുക്ക് സാധനങ്ങൾ എല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള രീതിയിൽ കബോർഡ്സും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഒരു വർക്കിംഗ് സ്പേസ് കൂടെയുണ്ട്. അവിടെയും ധാരാളം ക്യാബിനറ്റ്സും ഒരു സ്റ്റോർ റൂമും ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ് ബെഡ്റൂം. അതിഥികൾക്കായി വേണ്ടി ആണ് നമ്മളിത് ഈ റൂം മാറ്റി വച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് നേരിട്ട് നേരിട്ട് ഈ റൂമിലേക്ക് പ്രവേശിക്കാം. അറ്റാച്ച്ഡ് ആണ് ഈ മുറി. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞങ്ങൾ അധികം സീലിംഗ് ഒന്നും ഇതിലൊന്നും വർക്ക് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ഗസ്റ്റിൻ്റെ ഒരു കംഫർട്ടാണ് നമ്മളിതിന് കൂടുതലും പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. കബോർഡുകളുണ്ട്, അതിനോടൊപ്പം തന്നെ അറ്റാച്ച്ഡും കൂടിയാണ്.
കൂടാതെ ബെഡിനോട് ചേർന്ന് 2 സൈഡ് ടേബിൾസും കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇതിന് വാൾപേപ്പറും നമ്മൾ ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി വാൾപേപ്പറും ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ. ഇതാണ് നമ്മുടെ പാരൻറ്റ് ബെഡ്റൂം. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മുറി തന്നെ നമ്മൾ സെറ്റാക്കി. ഇതിൽ വാൾപേപ്പർ നമ്മൾ ഐവറി കളറിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കളർ, അധികം കളർ കോമ്പിനേഷനൊന്നും വരുത്താതെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തു. കബോർഡ് ഉണ്ട്, അറ്റാച്ച്ഡ് ആണ്. പിന്നെ മാത്രമല്ല വാൾപേപ്പർ തന്നെ വളരെ സിമ്പിൾ ഡിസൈൻ ആയിട്ടുള്ള ഐവറി കളറിലുള്ള വാൾപേപ്പറുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു വാർഡ്രോബ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വുഡൻ ഫിനിഷിലുള്ള പറഗോള ചെയ്തിട്ടുണ്ട്. പറഗോള വുഡൻ ഡിസൈനിലുള്ള പറഗോളാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ 2 ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സീലിംഗിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ആദ്യം 4 സ്പെഷ്യലായിട്ടുള്ള 4 ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്. ഈ ഹാങ്ങിങ് ലൈറ്റ്സ് നമ്മുടെ ബിൽഡേഴ്സ് പറഞ്ഞ് കാർപ്പൻറ്ററെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്, ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിച്ചതാണ്. പിന്നെ നമ്മൾ സീലിങ്ങിന് ഒരു വുഡൻ ഇതാണ് കൊടുത്തിട്ടുള്ളത്, വുഡൻ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. വാൾപേപ്പർ ലൈറ്റ് ഐവറി കളറിൽ പ്ലാന്റ് വരുന്ന രീതിയിലുള്ള വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റോറേജ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. കട്ടിലിൻ്റെ അടിയിലും കട്ടിലൊക്കെ എല്ലാ കട്ടിലും ടീക്ക് വുഡാണ്. ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ താഴത്തേക്ക് കോർട്ട്യാർഡിലേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാതിലുണ്ട്. ഇവിടുന്ന് നേരെ കോർട്ട്യാർഡിലേക്ക് നമുക്ക് ഇതിങ്ങനെ തുറക്കുമ്പോൾ വെളിച്ചം കിട്ടും. മാത്രമല്ല നേരെ താഴത്തേക്ക് നോക്കുമ്പോൾ ആ കോർട്ട്യാർഡിൻ്റെ വ്യൂ കിട്ടും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തന്നെ GK ബിൽഡേഴ്സ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പർ ലിവിങ്ങിൽ ഒരു പ്രൈവറ്റ് സ്പേസ് വേണം, ഒരു കൗണ്ടർ വേണം, ബാർ കൗണ്ടർ വേണം. അതുകൂടാതെ തന്നെ എല്ലാവർക്കും ഫാമിലിക്ക് ഒരു ഗെറ്റ് ടുഗദർ പോലെയൊക്കെ ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് സമയം വേണമെന്ന് നമ്മൾ മോനേറ്റിനോട് പറയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് അപ്പർ ലിവിങ് റൂം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഹോം തിയേറ്റർ യൂണിറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ ലെതറിലുള്ള ഒരു സോഫ ഇത് ആരെങ്കിലും പുറത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് നമുക്ക് പ്രൈവറ്റായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സോഫ ഇതും അപ്പർ ലിവിങ്ങിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒരു മ്യൂറൽ പെയിൻറ്റ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വാട്ടർ ബേസ്ഡ് പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലും നമ്മൾ അമ്പലവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരപ്പൻ്റെ നാട്ടിൽ താമസിക്കുന്നത് കൊണ്ടും ഹസ്ബൻഡിന് വാദ്യമേളങ്ങളോട് ഒരുപാട് താല്പര്യമുള്ളത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു പെയിൻറ്റിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെ, തിരുവെങ്കിട ഞങ്ങൾ നേരത്തെ സംസാരിച്ച പോലെ തിരുവെങ്കിട അമ്പലത്തിൻ്റെ ഫോട്ടോ ഉണ്ട് അതിൽ. കൂടാതെ തന്നെ ഒരു തെയ്യത്തിൻ്റെ, ഒരു വാദ്യത്തിൻ്റെ, ഒരു പൂരം വരുന്ന ഒരു പ്രതീതി ഇത് ചെയ്യണം. അത് തികച്ചും വാട്ടർ ബേസ്ഡ് ആയിട്ട് മ്യൂറൽ പെയിൻറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതും നമുക്ക് GK ബിൽഡേഴ്സ് മോനേട്ടൻ തന്നെയാണ് അത് അറേഞ്ച് ചെയ്ത് തന്നതും. അവരെ വിളിച്ച് അത് കോർഡിനേറ്റ് ചെയ്യും. ഇതിങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നപ്പോൾ പലതരം ഐഡിയകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്ത് ചെയ്യണം, നമുക്ക് അവിടെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ ഇത് ചെയ്യണം. അപ്പോൾ അമ്പലവും വാദ്യമേളങ്ങളും പൂരവും എല്ലാം വരുന്ന രീതിയിൽ തന്നെ നമുക്കത് നന്നായിട്ട് അത് വരച്ചത് ചെയ്യാൻ പറ്റി.
അപ്പർ ലിവിങ് റൂമിൽ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് പറഗോള ഡിസൈൻസിൻ്റെ ഇടയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മളവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്, ഇതിൻ്റെ ഈ ഇൻറ്റീരിയർ ലൈറ്റ്സുകൾ വാങ്ങിക്കുന്നതിൽ നമുക്ക് ഒരു പ്രത്യേക നന്ദി നമ്മൾ GK ബിൽഡേഴ്സിനോട് പറഞ്ഞേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30 ഷോപ്പുകളിലോളം കയറി ഇറങ്ങി പല സ്ഥലത്തു നിന്നും പല ലൈറ്റുകളും സംഘടിപ്പിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വന്നത്. ഇതിൽ പ്രത്യേകം പറയേണ്ടത് ഈ ലൈറ്റ് ചേഞ്ച് ചെയ്യുന്ന ഈ നടുക്കുള്ള ഈ സ്റ്റെയർ കേസിൽ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഏറ്റവും വലുതായിട്ടുള്ള ഈ ഹാങ്ങിങ് ലൈറ്റാണ്. അതിങ്ങനെ കളർ ചേഞ്ച് ചെയ്ത് വരുന്നതും ഇതുവരെ വീട് കാണാൻ വന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുകയും ഞങ്ങൾക്ക് പേഴ്സണലി അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അതൊരു പ്രത്യേകം അപ്പർ ലിവിങ് റൂമിന് ഒരു പ്രത്യേക ഒരു ഫീല് നൽകുന്നുണ്ട്. നമുക്കൊരു പ്രത്യേക ഒരു പ്രൈവസി ഉള്ള പോലെ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്വപ്ന ഗൃഹത്തിലെ കാഴ്ചകൾ. ഇത്ര നേരം ഞങ്ങളെ കണ്ട് ഈ വീട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട എല്ലാവർക്കും, അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.